ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് Tkinter അല്ലെങ്കിൽ Tkinter എന്ന പൈത്തോണിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചാണ്. പൈത്തോണിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു GUI ഫ്രെയിംവർക്കാണ് Tkinter. പൈത്തോൺ ലാംഗ്വേജിലുള്ളതാണ്. Tkinter എന്ന് പറയുന്നത് TK ഇൻ്റർഫേസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് Tkinter അല്ലെങ്കിൽ Tkinter എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതൊരു TK എന്ന് പറയുന്ന പാക്കേജ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പല ലാംഗ്വേജിലുള്ള അതിൻ്റെ ബൈൻഡിങ് ഉണ്ട്. അതിൻ്റെ പൈത്തോൺ വേർഷനാണ് Tkinter പൈത്തോൺ. എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. വിൻഡോസിലും യൂണിക്സ് പ്ലാറ്റ്ഫോമിലും മാക്കിലും എല്ലാത്തിലും. ഇതൊരു ക്രോസ് പ്ലാറ്റ്ഫോം പൈത്തോൺ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതുപോലെ തന്നെ പൈത്തോണിൽ ചെയ്തിരിക്കുന്ന Tkinterഉം ഒരു ക്രോസ് പ്ലാറ്റ്ഫോം GUI ഫ്രെയിംവർക്കാണ്. പൈത്തോണിന് വേണ്ടിയിട്ടുള്ള Tkinter നമ്മൾ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ആകും. നമുക്ക് ആദ്യമേ Tkinter നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. അതിനാദ്യം നമ്മൾ പൈത്തോൺ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് സെക്ഷനിൽ നിന്നും പൈത്തോൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. CMD ടൈപ്പ് ചെയ്ത് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് പൈത്തോൺ Tkinter ഇത് കോപ്പി ചെയ്യുക. പൈത്തോൺ സ്പേസ് -m Tkinter എന്നുള്ളത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാം. Tkinter ഫ്രെയിംവർക്കിൻ്റെ വെർഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതാണ് ബേസിക് ഒരു വിൻഡോസ് ആപ്ലിക്കേഷനാണിത്. Tkinterനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് Tkinterൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലേക്ക് പോവാം. ഇത് Tkinterനെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകളും കാര്യങ്ങളും എല്ലാം ഈ TK ഡോക്സിൽ ഇതിലാണ് വരുന്നത്. TK എന്ന് പറയുന്നതാണ് പാക്കേജ്. ആ പാക്കേജിൻ്റെ പല ബൈൻഡിങ് ഉണ്ട്. അതിൻ്റെ ബൈൻഡിങ്സ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പൈത്തോൺ ഇത് TCL പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ബൈൻഡിങ് ആണ്. ഇത് റൂബിയുടെ ബൈൻഡിങ് ആണ്. ഇത് പേഡ് ലാംഗ്വേജിലുള്ള TKയുടെ ബൈൻഡിങ് ആണ്. ഇത് പൈത്തോണിന് വേണ്ടിയിട്ടുള്ള Tkinter ഇൻസ്റ്റലേഷൻ. നമുക്ക് പൈത്തോണിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഓക്കെ, അതിൻ്റെ ഒരു ഫസ്റ്റ് റിയൽ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഏതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കോഡ് സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പൈത്തോൺ ആപ്ലിക്കേഷൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണുള്ളത്. ഇതൊരു ബേസിക് വിൻഡോ ഓപ്പൺ ആവും. അതിനൊരു ഫീഡ് ടു മീറ്റർ എന്ന ഒരു നെയിമുണ്ട്. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന യൂസർ കൊടുക്കുന്ന ഫീറ്റ് എന്ന വാല്യൂവിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഫീറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് എൻട്രി ബോക്സ് ഉണ്ട്. അതിന് ഫീറ്റ് എന്ന് പറയുന്ന ലേബൽ കൊടുത്തിട്ടുണ്ട്. == എന്ന ലേബൽ ആദ്യമേ കൊടുക്കുന്നു. അതിനുശേഷം സ്പേസ് ഉണ്ട്. ഈ സ്പേസിലാണ് നമ്മൾ നമ്മുടെ വാല്യൂ മീറ്ററിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്, 30 മീറ്റർ എന്നുള്ളത് ഇവിടെ കാണിക്കുക എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് എന്ന ബട്ടണാണ് നമ്മൾ യൂസർ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും കാൽക്കുലേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കോൾ ചെയ്ത് ആ ഫീറ്റിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇത് രണ്ട് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇതൊരു ടെക്സ്റ്റാണ്, ഇതൊരു ടെക്സ്റ്റ് ഔട്ട്പുട്ടാണ്, ഇത് ടെക്സ്റ്റ് ഇൻപുട്ടാണ്. ആദ്യം തന്നെ ഈ നമ്മുടെ ഫ്രെയിമിനെ നമ്മുടെ ഡിസ്പ്ലേ നമ്മുടെ വിൻഡോ കോളംസും റോസുമായിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം നമുക്ക് ഓരോ ബോക്സും ഓരോ സാധനങ്ങളും എവിടെ അലൈൻ ചെയ്യണം എന്നുള്ളത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ പ്രോപ്പർലി ഓറിയൻറ്റ് ചെയ്യണം. ഇങ്ങനെ 3x3 ഒരു ഗ്രിഡ് ഡിസൈൻ ചെയ്യും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത് കമാൻഡ് ലൈനിലാണ് ചെയ്യുന്നത്. അതായത് പൈത്തോണിൻ്റെ CLI യൂസ് ചെയ്തിട്ട് പൈത്തോൺ കൺസോളിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് പൈത്തോൺ ഇൻ്റർപ്രിറ്റർ യൂസ് ചെയ്ത് റൺ ചെയ്ത് ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു CLI യൂസ് ചെയ്തിട്ടൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം, വിൻഡോസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇതെന്താണ് ഇപ്പോൾ കൺസോൾ ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് കൺസോൾ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, കൺസോളും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷേ അതിപ്പോൾ പയ്യെ പഠിച്ചു വന്നപ്പോഴാണ് കൺസോളിൻ്റെ ഉപയോഗം, കൺസോൾ എന്തുവാണെന്നുള്ളതും വിൻഡോസ് ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ കൺസോളിൽ റൺ ചെയ്യുന്ന സെയിം കോഡ് തന്നെയാണ് നമ്മൾ വിൻഡോസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കൺസോളിൽ റൺ ആകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കൺസോളിൽ റൺ ആയാലും അതിനനുസരിച്ച് വിൻഡോസിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട്, ഇപ്പോൾ വിൻഡോസിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വിൻഡോസിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് ചേർന്നിട്ട് അത് വിൻഡോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇൻ്റർഫേസും അതിൻ്റെ അകത്തുണ്ടാകും. നമുക്ക് CMD ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് പൈത്തോൺ കൺസോള്, പൈത്തോൺ 3.8 പൈത്തോൺ എന്ന് റൺ ചെയ്ത് പൈത്തോൺ കൺസോളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇത് കോപ്പി ചെയ്ത്, ഇത് പൈത്തോണിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ Tkinter പാക്കേജിൽ നിന്നും സ്റ്റാർ എല്ലാ ഐറ്റംസും നമ്മുടെ കൺസോളിലേക്ക്, നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ആദ്യമേ പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിച്ചു. ഓക്കെ, അത് ഇമ്പോർട്ടായി. രണ്ടാമത്തെ ലൈൻ കോഡെന്ന് പറഞ്ഞാൽ Tkinterൽ നിന്നും TTK എന്ന ക്ലാസ്സസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ്. Tkinter പാക്കേജിൽ നിന്നും TTK എന്ന് പറയുന്ന ക്ലാസ് എന്തുകൊണ്ടാണ് ഇത് ഡിഫറെൻ്റ് ആകുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തൊരു ക്ലാസ്സാണ്. ഇതിൻ്റെ അകത്ത് വിഡ്ജറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പഴയതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ TTKയിലുള്ള സെയിം സാധനങ്ങൾ തന്നെ Tkinterൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ TTK യൂസ് ചെയ്ത് ഇപ്പോൾ എല്ലാം ഇമ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ എന്തിനാണ് ഇത് അഡീഷണൽ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഇതിലും ഡയറക്റ്റ് കിൻഡറിലും ഈ ഇതിന് വേണ്ടിയിട്ടുള്ള വിഡ്ജറ്റിൻ്റെ ഓൾഡർ വേർഷനും ന്യൂവർ വേർഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് കുറേ കാര്യങ്ങൾ Tkinterൽ നിന്ന് ഡയറക്റ്റ് ആവശ്യമുള്ളതുണ്ട്, കുറേ കാര്യങ്ങൾ TTKയിൽ നിന്ന് ഡയറക്റ്റ് ആവശ്യമുള്ളതുണ്ട്. അപ്പോൾ TTKയിൽ നിന്ന് ഡയറക്റ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വിളിക്കുന്നത്. ഓക്കെ, അത് കോപ്പി ചെയ്ത് അത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. TTK ഇമ്പോർട്ട് ചെയ്ത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിഫ് എന്ന് പറയുന്നത് ഡിഫൈനിങ് എ ഫംഗ്ഷൻ, കാൽക്കുലേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൻ്റെ അകത്തേക്ക് ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു അറേ, മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാം അറ്റ് എ ടൈം. ഈ കാൽക്കുലേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ബട്ടൺ പറഞ്ഞല്ലോ, അതിൽ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ആദ്യമേ ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ എന്തെങ്കിലും റൺ ടൈമിൽ വരാവുന്ന എററുകൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ അൺഡിഫൈനായിട്ട് അത് ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ സഡൻലി സ്റ്റോപ്പായി പോകും. ഇല്ലെങ്കിൽ ഇതങ്ങനെ സ്റ്റോപ്പായി ടെർമിനേറ്റ് ആയി പോകാതിരിക്കാൻ, സിസ്റ്റം ക്രാഷ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്ത് എക്സെപ്ഷൻ വാല്യൂ എന്താണോ വരുന്നതെന്ന് വെച്ചാൽ അത് ഇത് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വാല്യൂ എറർ വന്നു കഴിഞ്ഞാൽ നമ്മളത് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ യൂസർ ഇൻപുട്ട് കൊടുക്കുന്നത്, ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും എറർ അടിയും, ആപ്ലിക്കേഷൻ ഫുള്ളി സ്റ്റോപ്പായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എറർ ഉണ്ടെങ്കിൽ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ ഉണ്ടെങ്കിൽ അത് എററിലേക്ക് വന്നിട്ട് ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്, ഒന്നും ചെയ്യണ്ട, അത് എക്സെപ്ഷൻ വെറുതെ പാസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത്, ഫീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ ടെക്സ്റ്റ് ഇൻപുട്ടാണ്. ഇതൊരു ടെക്സ്റ്റ് ഇൻപുട്ടാണ്, ടെക്സ്റ്റ് ബോക്സാണ്. ആ ഫീറ്റ് ടെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ മുകളിൽ നമുക്കൊരു ഗെറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അത് പൈത്തോണിൽ കിൻറ്ററിലുള്ള ഒരു മെത്തേഡാണ്. കിൻറ്ററിൻ്റെ അകത്ത് ഓരോ വിഡ്ജറ്റിനും ഒന്നിൽ കൂടുതൽ മെത്തേഡുകളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഫീറ്റിൻ്റെ വാല്യൂ ഗെറ്റ് മെത്തേഡ് വെച്ച് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാരണം ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് മീറ്റർ എന്ന് പറയുന്നതും നമ്മുടെ ഒരു ഡെസിമൽ പോയിൻറ്റ്സ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ.
ഇത് ഡെസിമൽ പോയിൻ്റാണ്. ഡെസിമൽ പോയിൻറ്റ്സ് എല്ലാം സാധാരണ പ്രോഗ്രാമിങ്ങിൽ ഫ്ലോട്ട് വാല്യൂകളായിട്ടാണ് എടുക്കുന്നത്. ഫ്ലോട്ട് എന്നാണ് അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ ഫ്ലോട്ട്. അപ്പോൾ വാല്യൂവിനെ എടുത്തു. പിന്നെ മീറ്റേഴ്സ് ഡോട്ട് സെറ്റ്. മീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മീറ്ററിൻ്റെ ഔട്ട്പുട്ടില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആണുള്ളത് ഈ മീറ്റേഴ്സിന് വേണ്ടി. അപ്പോൾ ഇതൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ ആ ഔട്ട്പുട്ട് അസൈൻ ചെയ്യാനായിട്ടുള്ളതാണ് സെറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. മീറ്റേഴ്സ് ഡോട്ട് സെറ്റിലേക്ക് നമ്മളതിൻ്റെ ഫോർമുല, ഇതാണ് ഫീറ്റിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമുല. ഫീറ്റിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് ഫ്ലോട്ട് വാല്യൂ, ഡെസിമൽ വാല്യൂവിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കാൽക്കുലേറ്റ് ആപ്ലിക്കേഷൻ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം, എങ്കിലല്ലേ നമ്മൾക്ക് പിന്നീട് അത് കോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡിഫൈൻ ചെയ്യാത്തൊരു ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പാസ് എൻ്റർ. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് എന്ന ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തത് റൂട്ട് TK എന്ന് പറയുന്ന മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. TK എന്ന് പറയുന്ന മെത്തേഡ് Tkinterലുള്ള മെത്തേഡാണ്, ഡയറക്റ്റ് കോൾ ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, റൂട്ട് എന്ന് പറയുന്നത് റൂട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ റൂട്ട്. ഓക്കെ, TK കോൾ ചെയ്ത് ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതിലൊരു പ്രശ്നമുണ്ട്, ഇത് നമുക്കിപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത് ഇതെല്ലാം ഇല്ലെങ്കിൽ റൂട്ട് പിന്നെയും കോൾ ചെയ്യണം. റൂട്ട് ഡോട്ട് ടൈറ്റിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിലുണ്ടോ TK എന്ന് മാത്രമേ ഉള്ളൂ. റൂട്ട് ഡോട്ട് ടൈറ്റിൽ നമ്മൾ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നോക്കിയേ ഫീഡ് ടു മീറ്റർ, നമ്മൾ എന്താണോ ടൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടൈറ്റിൽ ഇവിടെ വന്നിരിക്കുകയാണ്. മെയിൻ ഫ്രെയിം, നമ്മൾ ഒരു മെയിൻ ഫ്രെയിം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ TTK ഇത് കണ്ടു. ഇപ്പോൾ TTKയിലുള്ള ഫ്രെയിമാണ് നമ്മൾ ഈ കോൾ ചെയ്യുന്നത്. ഇതുപോലെ കിൻറ്ററിലും ഉണ്ട് ഫ്രെയിം, ഡയറക്റ്റ് ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിമല്ല നമ്മൾ കോൾ ചെയ്യുന്നത്, നമ്മൾ TTKയിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിമാണ് കോൾ ചെയ്യുന്നത്. ഫ്രെയിം കോൾ ചെയ്ത് അത് ഇതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്, നമ്മൾ റൂട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത്, നമ്മുടെ റൂട്ട് ഇതിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ആ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് റൂട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് അതിനുള്ള പാഡിംഗ് ആണ്. പാഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ്, സൈഡ്, ബോട്ടം, ഈ 4 സൈഡിലും വരുന്ന സ്പേസിനെയാണ് പാഡിംഗ് എന്ന് പറയുന്നത്. ആ പാഡിംഗ് വാല്യൂ കൊടുത്ത് TTK പാക്കേജാണ്. TTK പാക്കേജിൻ്റെ അകത്ത് ഫ്രെയിം ക്ലാസ്സിനാണ് നമ്മൾ ഈ വാല്യൂ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഫ്രെയിം ഡോട്ട് ഗ്രിഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ കോളം കീവേഡ് ആർഗ്യുമെൻ്റ് ആണ്. കീവേഡിൽ ഈ ഫ്രെയിം എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രിഡ് എന്ന് പറയുന്ന മെത്തേഡ് പ്രോസസ്സ് ചെയ്യുന്ന കോളം ആർഗ്യുമെൻ്റ് ഒന്നുണ്ട്, കോളം ആർഗ്യുമെൻ്റ് ഉണ്ട്, പിന്നെ റോ ആർഗ്യുമെൻ്റ് ഉണ്ട്, അതിൻ്റെ സ്റ്റിക്കി പൊസിഷൻ ഉണ്ട്, അതുപോലെ പല ആർഗ്യുമെൻറ്റ്സും അതിനുണ്ട്. അപ്പോൾ മെയിൻ ഫ്രെയിം നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അടുത്ത 2 ലൈൻ എന്ന് പറയുന്നത് കോളം കോൺഫിഗറും റോ കോൺഫിഗറും റൂട്ടിൽ ഡയറക്റ്റ് റൂട്ട് എലമെൻറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റീസൈസ് ചെയ്യുമ്പോൾ, വിൻഡോ റീസൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഇതും മെയിൻ ഫ്രെയിമും അതിൻ്റെ അകത്തുള്ള എല്ലാ കോളമും റോയും എല്ലാം ഇനിയാണ് നമ്മുടെ ഫീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളാണ്, സ്ട്രിങ് വേരിയബിളാണ്. നമ്മൾ ആ ഫീറ്റ് യൂസറിൻ്റെ സൈഡിൽ നിന്ന് ഇൻപുട്ട് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിളാണ് ഫീറ്റ്. അത് സ്ട്രിങ് വേരിയബിളാണ്. ഈ സ്ട്രിങ് വേരിയബിൾ എന്ന് പറയുന്നത് Tkinterലുള്ള സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ഇൻപുട്ടാണ്. ഏതൊരു യൂസർ ഇൻപുട്ടും എപ്പോഴും ടെക്സ്റ്റ് ഇൻപുട്ടായിരിക്കും, അതിൻ്റെ നമ്പേഴ്സിലായിരിക്കും ഇതിൽ കിട്ടുന്നത്. ഇതിന് ഈ സ്ട്രിങ് വാല്യൂവിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരെ ഫ്ലോട്ട് കൺവേർഷൻ നമ്മളിവിടെ നോക്കിയായിരുന്നു, ഇതുണ്ടോ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അത് ആഡ് ചെയ്തു. മീറ്റേഴ്സ് ഇത് നമ്മുടെ ഔട്ട്പുട്ടാണ്, അതൊരു സ്ട്രിങ് വേരിയബിളാണ്, അതും ആഡ് ചെയ്തു. ഫീറ്റ് എൻട്രി എന്ന് പറയുന്ന വേരിയബിളിൽ TTK പാക്കേജിലുള്ള എൻട്രി എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് നമ്മളൊരു എൻട്രി, അത് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുള്ള ആർഗ്യുമെൻറ്റ് ആദ്യമേ അറ്റാച്ച് ചെയ്യുന്ന എവിടെയാണ്, നമ്മുടെ എൻട്രി അറ്റാച്ച് ചെയ്യുന്ന മെയിൻ ഫ്രെയിമിലാണ്. മെയിൻ ഫ്രെയിം ഓൾറെഡി റൂട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫ്രെയിം റൂട്ടിൽ, ഇത് മെയിൻ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് കൊടുത്തു, അതൊരു കീവേഡ് ആർഗ്യുമെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെക്സ്റ്റ് വേരിയബിൾ ഏതാണെന്നുള്ളത്, അതായത് ടെക്സ്റ്റ് വേരിയബിൾ ആണ് ഇതിൻ്റെ എൻട്രിയെ
എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ഏത് ടെക്സ്റ്റ് വേരിയബിളുമായിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് മീറ്റേഴ്സ് കൊടുക്കാം. പക്ഷേ മീറ്റേഴ്സ് കൊടുക്കാൻ ലോജിക്കലല്ല. കാരണം നമുക്ക് യൂസറിൻ്റെ ഇൻപുട്ട് ഫീറ്റിലാണ് വരുന്നത്. ഫീറ്റ് എന്ന് പറയുന്ന വേരിയബിളിലാണ് വരുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് വേരിയബിൾ ഇവിടെ ആഡ് ചെയ്തു. എൻട്രി നമുക്കിത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് ഫീറ്റ് എൻട്രിയുടെ മുകളിൽ ഇപ്പോൾ നമ്മളൊരു എൻട്രി നേരത്തെ നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഗ്രിഡ് കിട്ടിയ പോലെ, ഗ്രിഡ് എന്ന് പറയുന്ന മെത്തേഡ് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത പോലെ ഇതിൻ്റെ അകത്ത് എൻട്രിയിലും ഒരു ഗ്രിഡ് മെത്തേഡുണ്ട്. ആ ഗ്രിഡ് മെത്തേഡ് ഫീറ്റ് എൻട്രി ഡോട്ട് ഗ്രിഡ് കോളം, ഇതെല്ലാം കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഈ കീവേഡ്സ് ഈ കീവേഡ് ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല. റോ ഇവിടെ കൊടുത്തിട്ട് കോളം ഇപ്പുറം കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കീവേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഈ കീവേഡാണ് അവിടെ മാച്ച് ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാച്ച് ചെയ്യുന്നത്. ഈ ഗ്രിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത പോലെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഗ്രിഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും, അതായത് എൻട്രി ക്ലാസ്സിൻ്റെ അകത്ത് ഗ്രിഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലേബൽ ക്രിയേറ്റ് ചെയ്യാം. TTK ലേബൽ മെയിൻ ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്ത് ടെക്സ്റ്റ് വേരിയബിൾ മീറ്റേഴ്സ്. ഈ മീറ്റേഴ്സാണ് കാരണം ഇതിൻ്റെ വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, ടെക്സ്റ്റ് ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ ഏരിയയിലെ ഇത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, TTKയിലുള്ള ലേബൽ എന്ന് പറയുന്ന ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് കോൾ ചെയ്തത്. ഓക്കെ, അതിൽ നമ്മൾ ഇവിടെ ആദ്യമേ ഒരു ഫീറ്റ് എൻട്രിയിലേക്ക് അസൈൻ ചെയ്തിട്ട് ആ ഫീറ്റ് എൻട്രി ആയിട്ട് നമ്മളിവിടെ എടുത്തതെങ്കിൽ ഇവിടെ പക്ഷേ നമ്മൾ വേറെ ഒരു വേരിയബിളിൽ അസൈൻ ചെയ്തിട്ടില്ല. അത് ഡയറക്റ്റ് ഗ്രിഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ആ ക്ലാസ്സിൻ്റെ മേളിൽ തന്നെ അതിൻ്റെ ചെയിൻ ചെയ്തിട്ടാണ് ഇത് മെത്തേഡ് ചെയിനിങ് എന്ന് പറയും. TTK ലേബലിൻ്റെ ക്ലാസ്സിൻ്റെ മേളിൽ ഗ്രിഡ് മെത്തേഡ് കോൾ അപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ മെത്തേഡ് കോൾ ചെയ്തു. അതുപോലെ തന്നെ ബട്ടണും, കാരണം ഇതിനൊന്നും നമുക്കൊരു ഹാൻഡലറിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ പിന്നീട് എങ്ങും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് ബട്ടൺ. നമ്മളിവിടെ കാൽക്കുലേറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാൽക്കുലേറ്റ് ബട്ടൻ്റെ ആണ് മെയിൻ ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്തു. ടെക്സ്റ്റ് അതിനൊരു നെയിം വേണം അല്ല, അത് കാൽക്കുലേറ്റ് എന്ന് പറയുന്ന നെയിമാണ്. ഇത് എന്ത് വേണമെങ്കിലും കൊടുക്കുക നിങ്ങൾക്ക്. കമാൻഡ്, ഈ കമാൻഡ് എന്ന് പറയുന്നതാണ് ആ ബട്ടൺ ക്ലിക്കിൽ അല്ലെങ്കിൽ ആ ബട്ടൺ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ആ ട്രിഗറിൽ എന്ത് ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ കമാൻഡിലാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ കാൽക്കുലേറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. അതിൻ്റെ ഗ്രിഡ് വാല്യൂ, ഗ്രിഡ് കോളമും റോയും സെറ്റ് ചെയ്യുന്നുണ്ട്. കോപ്പി, പേസ്റ്റ്, എൻ്റർ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആദ്യമേ ഒരു എൻട്രി ബോക്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ബോക്സാണ്. വാല്യൂ എൻട്രി ചെയ്യാനായിട്ടുള്ള ടെക്സ്റ്റോ എന്തുവേണമെങ്കിലും എൻട്രി ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റ് ബട്ടൺ ഉണ്ട്. കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കാൽക്കുലേറ്റ് മെത്തേഡ് കോൾ ചെയ്യും. ഇനി അടുത്ത ലേബൽ, നമ്മൾ നേരത്തെ ലേബൽ കോൾ ചെയ്തിരുന്നു. ആ ലേബൽ അടുത്തൊരു ലേബൽ ക്ലാസ്, അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ലേബലിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് മെയിൻ ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്ത് അതിന് ടെക്സ്റ്റ് ഫീറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ലൊക്കേഷനും അസൈൻ ചെയ്തു. ഗ്രിഡ് മെത്തേഡ് കോൾ ചെയ്ത് അതിൻ്റെ ലൊക്കേഷനും അസൈൻ ചെയ്തു. അത് എൻ്റർ ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫീറ്റ് എന്ന് പറയുന്ന വാല്യൂ വന്നിരിക്കുന്നുണ്ടോ. ഇനി രണ്ടാമതൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് മെയിൻ ഫ്രെയിമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫ്രെയിം റൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഈസ് ഈക്വലൻ ടു, അത് നമ്മൾ മീറ്റേഴ്സിന് മുന്നേ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ്. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വലൻ ടു, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ. ഇനി അടുത്തൊരു ലേബലുണ്ട്. ആ മീറ്റർ വാല്യൂവിന് ശേഷം നമ്മൾ മീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതാണ് ലേബൽ. TTKയുള്ള ലേബൽ ക്ലാസ്സിൽ പുതിയ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്തു. അതിന് മെയിൻ ഫ്രെയിമും ലൊക്കേഷൻ എവിടെയാണെന്ന് മെയിൻ ഫ്രെയിമെല്ലാം അറ്റാച്ച് ചെയ്തു. അതിൻ്റെ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ മീറ്റേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ലൊക്കേഷൻ അസൈൻ ചെയ്തു. ഓക്കെ, ഇത് നോക്കി കഴിഞ്ഞാൽ മീറ്റേഴ്സ്.
വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഈ നമ്മുടെ ഈ വിൻഡോയിലുള്ള എല്ലാത്തിനും എക്സ് പാഡിങ് 5ഉം വൈ പാഡിങ്, അതായത് പാഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് 5 പിക്സലും, എക്സ് പാഡിങ് 5 പിക്സലും വൈ പാഡിങ് 5 പിക്സലുമായിട്ട് എല്ലാ ഗ്രിഡിലുള്ള എല്ലാ എലമെൻറ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ ലൂപ്പ് മെയിൻ ഫ്രെയിം ഡോട്ട് വിൻ ഇൻഫോ ചിൽഡ്രനിലുള്ള എല്ലാ ചൈൽഡിനും, ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇത് മെത്തേഡാണ്. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഇങ്ങനെ ചെയ്യാം. അവരൊറ്റ ലൈനിലാണ് കൊടുത്തതെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഇതൊരു മെത്തേഡാണ്. ഇതൊരു ഫോർ ലൂപ്പാണ്. ഓക്കെ, ഈ ഫോർ ലൂപ്പ് ഇത് മെത്തേഡല്ല, ഇതൊരു ഫോർ ലൂപ്പാണ്. മെയിൻ ഡോട്ട് വിൻ ഇൻഫോ ചിൽഡ്രൻ എന്ന് പറയുന്ന മെത്തേഡ് ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന ആ ടോട്ടൽ ചിൽഡ്രൻ്റെ ഇൻഫോ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ആ റിട്ടേൺ ചെയ്യുന്ന അറയിൽ ചൈൽഡ് ഓരോ വാല്യൂയിലും കൂടെ ലൂപ്പ് ചെയ്യും. 4 അങ്ങനെയാണല്ലോ. 4 എന്ന് പറയുന്നത് ആ അറയിൽ കൂടി ഓരോന്നിലും കൂടെ ലൂപ്പ് ചെയ്ത് ഓരോന്നിനും ചൈൽഡ് എന്ന എലമെൻറ്റിലേക്ക് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ആ ചൈൽഡ് നമ്മളിനെ അടുത്ത ചെയ്യാൻ പോകുന്നത് ഓരോ ചൈൽഡ്, ഇപ്പോൾ ഇതിലുള്ള ഈ അറയെ റിട്ടേൺ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ചൈൽഡ് എലമെൻ്റായിട്ട് എടുത്തിട്ട് ആ ചൈൽഡ് എലമെൻറ്റിലുള്ള ഗ്രിഡ് കോൺഫിഗർ എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. ഓക്കെ, വിൻ ഇൻഫോ ചിൽഡ്രൻ എന്ന് പറയുന്ന റിട്ടേൺ ചെയ്യുന്ന ഓരോ എലമെൻറ്റിനും ഈ ഒരു മെത്തേഡ് അതിൻ്റെ അകത്തുള്ളതാണ്. ഓക്കെ, ആ ചൈൽഡിനെ എക്സും വൈയും പാഡിങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൂപ്പിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ലൂപ്പിൽ കൊടുക്കുമ്പോഴാണ്. ഓക്കെ, അതിനൊരു ടാബ് ചെയ്യണം, കാരണം ഇൻഡൻറ്റേഷൻ വേണമല്ലോ. ഓൾറെഡി സെമി കോളനായി ഫുൾ കോളനായി നമ്മുടെ കോഡ് ബ്ലോക്കിൻ്റെ അകത്താണ്. പൈത്തോണിൽ അങ്ങനെയാണ്. ടാബ് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് റണ്ണായി. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും കണ്ടത്. നേരത്തെ ഈ ഫീറ്റ് കുറച്ച് അടുത്തായിരുന്നുണ്ടായിരുന്നു, എക്സിലും വൈയിലും ഇതെല്ലാം അടുത്തടുത്തായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കി, ഇപ്പോൾ എല്ലാം ആകുന്നില്ലേ. ഇപ്പോൾ എല്ലാത്തിനും ഇവിടെ ഒരു 5 ഇത് വന്നിട്ടുണ്ട്. ഇത് സ്റ്റിക്കി ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് കണ്ടോ, ഇത് പിന്നെ കൂടുന്നില്ല. ഇത് സ്റ്റിക്കി എലമെൻറ്റ്സ് ആണ്. ഇതിന് വലുതാകത്തില്ല. ഈ ഫ്രെയിം ഓൾറെഡി സ്റ്റിക്കിയാണ്. ഇനി ഇത് വലുതാകത്തില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോക്കസ് ആകുമ്പോഴത്തേക്കും ഫീറ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ഫോക്കസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ്. ഫീറ്റ് എൻട്രി ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ എൻട്രി ക്ലാസ്സിൽ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റും, ഈ എൻട്രി ക്ലാസ്സിൽ ഇപ്പോൾ ഫീറ്റ് എൻട്രി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഫോക്കസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഫോക്കസ് മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മൗസ് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആകുമ്പോഴത്തേക്കും ഫോക്കസ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടോ ഇത് കണ്ടോ, ഇതിപ്പോൾ മൗസ് പോയിൻ്റർ ഇതിൻ്റെ അകത്താണ് എപ്പോഴും ഉള്ളത്. എപ്പോഴും അതായിരിക്കും ഫോക്കസ്ഡ് ആയിരിക്കുക. നേരത്തെ ഇങ്ങനെ ഫോക്കസ്ഡ് ആകുന്നില്ലല്ലോ. ഇപ്പം ഇനി നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആയിക്കോളും. പക്ഷെ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. ഞാനിപ്പോൾ എൻ്റർ അടിക്കുന്നുണ്ട്, എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുകൂടെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് നമ്മുടെ മെയിൻ റൂട്ട്, അതിൽ റിട്ടേൺ കീയെ കാൽക്കുലേറ്റ് മെത്തേഡുമായിട്ട് ബൈൻഡ് ചെയ്യിക്കുന്നു. എപ്പോൾ നമ്മൾ റിട്ടേൺ കീ പ്രസ് ചെയ്യുന്നോ അപ്പോഴെല്ലാം കാൽക്കുലേറ്റ് മെത്തേഡ് കോൾ ചെയ്യും. എടുക്കുക, പേസ്റ്റ് ചെയ്യുക, റൺ ചെയ്യുക. 111 എന്ന് പറഞ്ഞു കൊടുത്ത് എൻട്രി ചെയ്ത് 33.835 മീറ്റർ. ഇതാണ് ടോട്ടൽ മീറ്റർ വാല്യൂ. ഒന്ന് കൊടുത്ത് എൻട്രി പ്രസ് ചെയ്ത് 0.30 മീറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് കൊടുക്കുന്നത്. 30 മീറ്ററാണ്. 100 ഫീറ്റ് എന്ന് പറയുന്നത് 30 മീറ്റർ. കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ, ഫീറ്റ് ടു മീറ്റർ കൺവെർട്ടർ ആപ്ലിക്കേഷൻ വളരെ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പൈത്തോൺ Tkinterനെ കുറിച്ചുള്ള ബേസിക്സ്. പൈത്തോൺ കൺസോളിൽ നിന്ന് എക്സിറ്റ് ആകാനായിട്ട് Ctrl Z പ്രസ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇത് പൈത്തോൺ Tkinter ഫ്രെയിംവർക്കിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നയുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ അപ്പോൾ ലഭ്യമാകാൻ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.